നമ്മുടെ വിയറ്റ്നാം ട്രിപ്പിൽ 6ാമത്തെ ദിവസമാണ്. ഹാലോങ് ബേ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് എത്തിയത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നിൻബിൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യയിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ഹാനോയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇവിടുത്തെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ട്രാങ് ആൻഡ് ബോട്ട് ട്രിപ്പാണ്. ട്രാങ് ആൻഡ് ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും ശാന്തവും മനോഹരമായിട്ടുള്ളൊരു ബോട്ട് ട്രിപ്പാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കുറേ പേര് സൈക്കിളിലും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലത്തെ കാലാവസ്ഥയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്കിൾ സവാരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹുവാലു ക്ഷേത്രം. അതല്ലെങ്കിൽ ട്രെയിൻ ടെമ്പിൾ എന്നും ഇതിനെ അറിയപ്പെടും. ഈ ക്ഷേത്രത്തിന് ഏകദേശം 700 വർഷം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ക്വീൻ മിൻ എന്ന് പറഞ്ഞൊരു ദേവനാണ് ഇവർ ആരാധിച്ചു വരുന്നത്. ഈ ഹുവാലോ എന്ന് പറഞ്ഞ പ്രദേശമൊക്കെ ഇദ്ദേഹമാണ് സംരക്ഷിച്ച് പോന്നിട്ടുള്ളതെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഈ ട്രാൻ തടാകത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് ട്രിപ്പ് പോണത്. ഇവിടെ നമുക്ക് ഒത്തിരി ബോട്ടുകൾ കാണാം. ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ചെറിയ ചെറിയ ബോട്ടുകളാണിത്. ഇതിലിരുന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യണത്. 4 പേരാണ് ഒരു ബോട്ടിൽ പോകുന്നത്. അതിൻ്റെ കൂടെ തുഴയാനായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുക. അതുകൊണ്ട് വളരെ സേഫായിട്ട് പോകാം. അങ്ങനെ നമ്മുടെ ട്രാങ് ആൻഡ് ബോട്ട് യാത്ര തുടങ്ങുകയാണ് ഇവിടെ. ശരിക്കും നമ്മളെ കണ്ണിനൊക്കെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ഈ ബോട്ടിലെ കളറും ലൈഫ് ജാക്കറ്റിന്റെ കളറും അതുപോലെ വെള്ളത്തിന്റെ കളറും ചുറ്റുപാടുള്ള മലയുടെയും കുന്നിന്റെയും കാടിന്റെ ഒക്കെ കളറും പിന്നെ ഇവിടുത്തെ ഈ കാലാവസ്ഥയും ശരിക്കും നമ്മുടെ ഭാഷയിലൊക്കെ അടിപൊളി എന്ന് തന്നെ പറയാം. ഏകദേശം 2 മണിക്കൂറത്തെ ബോട്ട് റൈഡാണിത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം സ്ത്രീകൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ഈ 2 മണിക്കൂർ നിർത്താതെയാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മെക്കാനിക്കൽ പവറോ അല്ലെങ്കിൽ ഒരു യന്ത്രത്തിന്റെ സഹായമോ ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഗുഹകളാണ്. അതിനകത്ത് കടക്കാനാണ് നമ്മളിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്, തിരക്ക് കുറക്കാനും വേണ്ടിയിട്ട്. ഇത് പലതും പല ഷേപ്പിലും പല വലുപ്പത്തിലൊക്കെ ഉള്ളതാണ്. ഇതിൽ ചിലത് 10-15 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് ഇതിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട്. ചില ഗുഹകളൊക്കെ തീരെ താഴ്ന്നിട്ടാണുള്ളത്. അതിലൂടെ പോകുമ്പോൾ നമ്മൾ തലയൊക്കെ താഴ്ന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലൊക്കെ നമുക്ക് തോന്നും. എന്ത് തന്നെയായാലും ഇതിലൂടെയുള്ള യാത്രയൊക്കെ ശരിക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള പുരാതന ക്ഷേത്രങ്ങളും അതുപോലെയുള്ള സൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഈ ഫോട്ടോ പ്രേമികൾക്കൊക്കെ എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതി വരില്ല. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൾ ഐലൻഡാണ്. അതിൽ ആ കിങ് കോങ് നിൽക്കുന്ന പാറയും മൗണ്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്കും വേണമെങ്കിൽ പാഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള സാധനങ്ങളൊക്കെ തുഴയാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക ബോട്ടിലുള്ള ആൾക്കാരും പാഡലൊക്കെ എടുത്തിട്ട് തുഴയുണ്ടായിരുന്നു. അത് തുഴയുമ്പോഴാണ് ഒരു 5-10 മിനിറ്റൊക്കെ തുഴയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്.
അത്രയ്ക്കും കഠിനാധ്വാനമുള്ളൊരു ജോലിയാണിത്. അപ്പോൾ ഇവർ 2 മണിക്കൂറൊക്കെ നിർത്താതെയാണ് ഇത് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ അവസാന ദിവസങ്ങളാണിത്. നാളെ ഇവിടുന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഞങ്ങൾ യാത്ര തിരിക്കും. വിയറ്റ്നാം യാത്ര ക്യാമറയിൽ മാത്രമല്ല, ശരിക്കും ഹൃദയത്തിൽ പതിഞ്ഞ നല്ലൊരു ഓർമ്മയായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണത്. ഇവിടുത്തെ ഈ ശാന്തതയും പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ എന്നും എൻ്റെ ഓർമ്മകളിലുണ്ടാവും. ഇനിയും പല ഭാഗങ്ങളും, വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് ഇനി നമുക്ക് കാത്തിരിക്കാം.